ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളൊരു വലൈക്കുമുസ്സലാം. ഓക്കെ ഇന്ന് നമ്മളൊരു ഇൻ്റർവ്യൂ ആണ്. നമ്മുടെ ചാനലിന് വേണ്ടിയിട്ടൊരു ഇൻ്റർവ്യൂ എന്ന് വേണം പറയാൻ. അപ്പോൾ എന്താണ് മാറ്റർ എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാഷൻ ഡിസൈനിങ് പഠിച്ച ടീച്ചേഴ്സ് തമ്മിലുള്ളൊരു സംസാരം. അത്രേ ഉള്ളൂ. നമ്മുടെ എക്സ്പീരിയൻസും നമ്മുടെ വർക്കുകളെ പറ്റിയിട്ടും, നമ്മുടെ ടൈലറിങ്ങിൻ്റെ വിഭാഗമാണെങ്കിൽ അങ്ങനെ, അതല്ല ടീച്ചിങ്ങിൻ്റെ വിഭാഗമാണെങ്കിൽ അങ്ങനെ, ഇതിൽ നമ്മളുടെ ഓരോ കാര്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ചോദ്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ചോദിക്കുന്ന, അതിനുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ വെച്ചിട്ട്, അതായത് നമ്മുടെ അനുഭവങ്ങൾ വെച്ചിട്ട് നമ്മൾ അതിനൊരു ഉത്തരം പറയുന്നത്. അത് നമുക്കും ഉപകാരത്തിൽ കിട്ടും. പരസ്പരം രണ്ടു പേര് തമ്മിലുള്ളൊരു സംസാരം ആയതുകൊണ്ട് തന്നെ നമുക്കും അത് നമുക്ക് അറിയാത്ത കാര്യങ്ങളുണ്ടാവും ഒരുപാട്. ഇപ്പം എനിക്കറിയുന്നത് മൊത്തം ഇയാൾക്കും അറിയണമെന്നില്ല. ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഫീൽഡിലാണെങ്കിൽ പോലും എനിക്കറിയാവുന്നത് മൊത്തത്തിൽ ഇയാൾക്ക് അറിയണമെന്നില്ല. ഇയാൾക്ക് അറിയാവുന്നൊരു ഒരുപാട് കാര്യങ്ങൾ എനിക്കും അറിയാത്തതുണ്ടാവും. അപ്പം അത് നമുക്കും ഒരു ക്ലിയർ ആയിട്ട് അങ്ങോട്ട് പോരും. നമ്മുടെ ഈ വീഡിയോ കാണുന്നവർക്കും ഒരുപാട് ഉപകാരത്തിൽ പെടും എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ആയിഷ ഷൻഫി. ഷൻഫി എന്നാണ് പേര്. ആയിഷ എന്ന് അറിയപ്പെടും. ഇനി ഇയാളെന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് സപ്ന. സപ്ന തന്നെയാണ് എല്ലാരും വിളിക്കുന്നത്. ഞാനിപ്പോ ഈ ഒരു ഫീൽഡിൽ വന്നിട്ട് ഈ പറഞ്ഞ പോലെ ഒരു 3 വർഷം ടീച്ചിങ് ഫീൽഡാണ് ഞാൻ തെരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോ 3 വർഷമായി ഈ ഒരു ഫീൽഡ്, ടീച്ചിങ് ഫീൽഡായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോണ്. പിന്നെ ഇതൊക്കെയാണ് പിന്നെ പറ്റി പറയാനുള്ളത്. ഓക്കെ, ഞാൻ എക്സ്പീരിയൻസ് എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-11 വർഷത്തോളമായി ഞാൻ പഠിച്ചിറങ്ങിയിട്ട്. ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ടും അതായത് പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങി എന്ന് വേണം പറയാൻ. അപ്പോൾ ഏകദേശം 10-11 വർഷത്തോളമായി ഞാനൊരു ഫീൽഡിൽ വന്നിട്ട്. ഇനി ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കാം. എന്തുകൊണ്ടാണ് ഈ ഒരു ഫാഷൻ ഡിസൈനിങ് എന്നുള്ളൊരു ക്ലാസ്സിന് അല്ലെങ്കിൽ ഒരു കോഴ്സ് തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം എന്തായിരുന്നു? അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതില് മുതലേ ഉള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ ഒരു ഫീൽഡിനോട്. വേറെ ഒന്നല്ല, നമ്മളിപ്പോ പണ്ട് സമയങ്ങളിൽ നമ്മൾ പുറത്തൊന്നും അധികം പോവാറില്ല. അപ്പോ നമ്മൾ കൂടുതലും പുറം ലോകമായിട്ട് നമുക്ക് അധികം പരിചയമില്ല. പക്ഷെ നമ്മൾ കൂടുതലും കാണാറുള്ളത് നമ്മൾ ടിവികളില് സിനിമകളും സീരിയലുകളൊക്കെ വരുമ്പോ അതിൽ കാണുന്ന ഓരോ വെറൈറ്റി ഡ്രസ്സുകൾ, മോഡലുകളൊക്കെ കാണുമ്പോൾ അതിങ്ങനെ കൗതുകത്തോട് നോക്കി വെക്കാറുണ്ട്. പക്ഷെ നമ്മള് അത് കാണുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു മോഡൽ നമുക്ക് ഇടണം എന്ന് തോന്നുമ്പോൾ അത് ഷോപ്പുകളിൽ പോയിട്ട് നോക്കി നമുക്കത് കിട്ടാറില്ല. അപ്പോ ആ സമയത്ത് ഇങ്ങനെ തോന്നാറുണ്ട്, ഇത് എങ്ങനെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക, എവിടെ നിന്നായിരിക്കും ഇത് കിട്ടുന്നുണ്ടാവുക, അങ്ങനെയുള്ള ആ ഒരു തോട്ട് നമ്മളെ മനസ്സിൽ വരും. നമ്മൾ അന്ന് ചെറുതാണ്. അപ്പൊ അന്ന് അറിയണ്ടായിരുന്നില്ല ഇത് ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്, ഇതിനെ കുറിച്ച് പഠിക്കാൻ ഇങ്ങനെ ഉണ്ട് എന്ന് നമുക്കന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. കുറച്ചും കൂടി ഒക്കെ വലുതായി നമ്മള് വലിയ വലിയ ക്ലാസ്സുകൾ എത്തുമ്പോഴാണ് ഇങ്ങനെ ഫാഷൻ ഡിസൈനിങ് എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ് ഉണ്ട്. അപ്പോ നമുക്ക് അത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലുള്ള കാര്യങ്ങൾ ഡിസൈൻ ചെയ്യാനും നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകൾ ധരിക്കാം, അങ്ങനെയൊക്കെ ഉള്ളൊരു തോട്ടായിരുന്നു. ആ ഒരു ഇതിലാണ് എനിക്ക് ഈ ഒരു ഫീൽഡ് ചെറുപ്പം മുതലേ ഉള്ള ഇഷ്ടമായത് കൊണ്ട് മാത്രമാണ്. വലുതായിട്ടും ആ ഒരു പൈസ വിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ പിന്നിൽ തന്നെ അതങ്ങനെ തുടർന്നു പോയി. അങ്ങനെ ആ കോഴ്സ് ചെയ്യാനുണ്ടായ കാരണം ഇപ്പൊ ഈ ഒരു ഫീൽഡ് തന്നെയാണല്ലോ ഷെൻഫിയും തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ ഷെൻഫിയും ഒരുപാട് ആഗ്രഹിച്ച കാരണമായിരിക്കാം ഈ ഒരു ഫീൽഡ് തെരഞ്ഞെടുത്തിട്ടുണ്ടാവും. അതിന്റെ ബാക്കിലും കുറെ റീസണുകൾ ഉണ്ടായിരിക്കാം. തീർച്ചയായിട്ടും ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങി, അതായത് ഇതിനെ കുറിച്ച് പഠിക്കണം എന്ന് തോന്നിയിട്ടിപ്പോ ഷെൻഫി ഇതിനെ കുറിച്ച് പഠിച്ചപ്പോ ഷെൻഫിക്ക് എന്താ തോന്നിയിട്ടുള്ളത്? പഠിക്കുമ്പോ തോന്നിയതാണോ അതോ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം തോന്നിയതാണോ? നമുക്ക് പഠിക്കുന്നതിന് മുന്നേ നമ്മള് പല വിചാരങ്ങളും ആയിരിക്കും നമുക്ക് ഉണ്ടാവും. പക്ഷെ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കും. പിന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പൊ അതുപോലെ ഷെൻഫിക്കും പഠിച്ചു കഴിഞ്ഞപ്പോ ഷെൻഫിക്ക് എന്താ തോന്നിയിട്ടുള്ളത്? ഷെൻഫിയുടെ ആ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു ഷെയർ ചെയ്യും? പഠിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ളത് ഞാൻ പറയാം. പഠിക്കുന്ന സമയത്ത് മൊത്തം ഉഴപ്പായിരുന്നു വേണം പറയാൻ. പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഉറപ്പായിട്ടും ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്ന പോലെ തന്നെ ജോലി എന്നുള്ള മൈൻഡ് എല്ലാവർക്കും, എനിക്കെന്നല്ല എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് എല്ലാവർക്കും അങ്ങനെ തന്നെ വരുള്ളൂ.
ജോലി തന്നെയായിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് ജോലി എന്നുള്ള രീതിയിൽ ഒരാളുടെ ഒരു ഷോപ്പിലേക്കോ അല്ലെങ്കിൽ ഒരാളുടെ താഴെ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും നമ്മളൊരു ജോലി എന്ന് ഇറങ്ങുമ്പോൾ ഒരാളുടെ കീഴിലാണല്ലോ എന്തായാലും ഉറപ്പായിട്ട് നമ്മൾ പോവാം. പക്ഷെ അങ്ങനെ പോവാൻ പറ്റുന്നൊരു സാഹചര്യം ആയിരുന്നില്ല. കാരണം ഞാൻ പഠിച്ചിറങ്ങുന്ന സമയത്ത് എനിക്ക് സർട്ടിഫിക്കറ്റ് ആയിട്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സർട്ടിഫിക്കറ്റ് എന്നുള്ളൊരു സംഭവം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ 9th പഠിക്കുമ്പോഴാണ് എൻ്റെ മാരേജ് കഴിഞ്ഞത്. ഞാൻ 10th പൂർത്തിയാക്കിയിട്ടില്ലായിരുന്നു എന്നല്ല, 10th ഞാൻ പഠിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ കോഴ്സ് എടുത്ത് പഠിച്ചത് എക്സാമും കാര്യങ്ങളും മറ്റുള്ളതിനൊക്കെ 10th സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു. അപ്പോൾ ആ ഒരു ലെവൽ എനിക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ എനിക്ക് കിട്ടിയിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാളുടെ താഴെ ജോലിക്ക് പോവുക എന്നുള്ളത് പറ്റില്ലായിരുന്നു. പക്ഷെ എനിക്ക് ജോലി ചെയ്തേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിന് ശേഷമാണ് ഈ ഒരു എന്താ പറയുക ഫാഷൻ ഡിസൈനിങ് പഠിച്ചതിന് ശേഷമാണ് ഞാൻ 10th എഴുതുന്നത്. ഈ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രം 10th എഴുതി പാസ്സായി. പക്ഷെ അതിലിടക്ക് നടന്ന സംഭവങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ 10th നമ്മുടെ എന്താ പറയുക ജീവിതമല്ലേ, പല ഘട്ടങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ കാര്യങ്ങൾ ആഗ്രഹങ്ങളുണ്ട് നടന്നു പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഈ 10th പഠിച്ചത് ഇങ്ങനൊരു 10th സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല, ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ 10th എഴുതിയത്. പക്ഷെ ഞാൻ 10th എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് എൻ്റേതായിട്ടുള്ള ലെവലിൽ ഞാൻ ജോലി സ്വന്തമായിട്ട് കണ്ടെത്തി. ഒരു ഷോപ്പ് എനിക്ക് നടത്താൻ ഒരാൾ തന്നു. ആ ഒരു ഷോപ്പ് ഞാൻ ഉഷാറായിട്ട് നടത്തി. അപ്പോൾ 10th സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം പിന്നെ ഷോപ്പായി, വർക്കായി, സമയമില്ലായ്കയായി. അതുകൊണ്ട് തന്നെ വീണ്ടും ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടി പിന്നീട് ഞാൻ അങ്ങോട്ട് പോവുക, അതിനായിട്ട് ടൈം കളയുക, അതിനൊരു ടൈം എനിക്ക് പിന്നെ കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഏകദേശം ഒരു 11 വർഷത്തോളം ആയല്ലോ. പിന്നെ ഞാൻ അതിൻ്റെ പിന്നാലെ പോയിട്ടില്ല. പിന്നെ ക്ലാസ് എടുക്കുക, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അതിൻ്റേതായിട്ടുള്ള ലെവലിൽ വർക്കിനായിട്ട് അങ്ങനെയുണ്ട് ഇറങ്ങി. ഈ ഒരു ഫാഷൻ ഡിസൈനിങ്ങിൽ ഈ ടീച്ചിങ് മാത്രമല്ല, വർക്കിൻ്റെ ഒരു പോയിന്റ് കിടക്കുന്ന ടീച്ചിങ് മാത്രമല്ല, സ്റ്റിച്ചിങ് കിടക്കുന്നുണ്ട്. നമ്മുടെ സ്വന്തമായിട്ട് നമുക്ക് എന്തെങ്കിലും ബ്രാൻഡ് ഇറക്കിയിട്ട് ഡ്രസ്സ് സെയിൽ ചെയ്യാൻ പറ്റും. അത് റീറ്റെയിലായിട്ടും ചെയ്യാൻ പറ്റും, ഹോൾസെയിലായിട്ടും ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫാഷൻ ഡിസൈനിങ്ങിൽ ഏതെല്ലാം രീതിയിൽ നമ്മളത് ഉപകരിക്കാൻ പറ്റുമോ അതൊക്കെ ഞാൻ ഉപകരിച്ച് കഴിഞ്ഞു. ഇപ്പോഴും ഉപകരിച്ചു കൊണ്ടേയിരിക്കുന്നു. ടീച്ചിങ്ങിൻ്റെ ഒരു സൈഡ് മാത്രം, അല്ലാത്ത ഭാഗങ്ങളൊക്കെ ഞാനിത് പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. അപ്പോ നമ്മളിപ്പോ ഈ നമ്മൾ വിചാരിച്ചത്, അതായത് എന്റെ ഒരു കാഴ്ചപ്പാടില് ഡ്രസ്സ് നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിടാം, ആ ഒരു കാഴ്ചപ്പാടായിരുന്നു എനിക്ക് ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കുന്നതിനേക്കാളും മുന്നേ, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ടത് തുടങ്ങിയപ്പോൾ മുതൽ എന്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് മറ്റുള്ള ഏത് കോഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റ് ആയിട്ട് വേണം നമ്മൾ പുറത്ത് ഇറങ്ങി ജോലി അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഈ ഒരു കോഴ്സ് പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ഇതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ജോലി ഉറപ്പാണ്. നമുക്കൊരു വരുമാനം ആഗ്രഹിക്കുന്ന എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്നത് ഒരു ജോലി, ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അപ്പോ സർട്ടിഫിക്കറ്റില് വീട്ടില് ഇരുന്നാല് അലമാറയിൽ ഇരുന്നാലും സർട്ടിഫിക്കറ്റ് പറഞ്ഞ പോലെ ഷെൻസിക്ക് കിട്ടിയിട്ടില്ല. എന്നിട്ടാണ് ഷെൻസി ഇത്രയും എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നേടിയെടുത്തിട്ടുള്ളത്. അപ്പൊ അതില്ല, ഇപ്പൊ ഈ പറഞ്ഞ പോലെ പഠിച്ചിട്ട് സർട്ടിഫിക്കറ്റ് കയ്യിലില്ലാണ്ടും ഷെൻസിയുടെ ആ ഒരു വിൽ പവർ കൊണ്ടാണ് ഇന്നിപ്പോ ഈ ഒരു എക്സ്പീരിയൻസും ഈ ഒരു ലെവലിൽ എത്തിയിട്ടുള്ളത്. അപ്പോ പക്ഷെ ഷെൻസി ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കി, ഈ ഒരു സ്ഥാനത്ത് നമ്മളെ ഫാഷൻ ഡിസൈനിങ് അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഒരു കോഴ്സാണ് ഷെൻസി പഠിച്ചിരുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് ആ പഠിച്ചത് മൊത്തം വെള്ളത്തിലായി പോയിരുന്നു. നമ്മൾ അതിന് മെനക്കെട്ട ആ ടൈമും ആ ഫീസും എല്ലാം പോയിരുന്നു. പക്ഷെ ഈ ഒരു ഫീൽഡായ കാരണം നമുക്ക് എന്താണ് ജോലി അന്വേഷിച്ച് മറ്റുള്ളവരുടെ കയ്യും കാലും പിടിച്ചിട്ട് ഇങ്ങനെ അലിഞ്ഞു തിരി നടക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്തായാലും നമുക്ക് ഒരാളുടെ കീഴിൽ പോകണം എന്നുള്ളൊരു നിർബന്ധം ഇല്ല, നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. അതെ. അപ്പൊ ഇതില് നമ്മൾ ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇത് സ്റ്റിച്ചിങ് മാത്രല്ല, നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് മാത്രല്ല നമുക്ക് തയ്ച്ചിടാൻ പറ്റുക എന്നുള്ളത്. ഒരുപാട് വേക്കൻസികൾ ഉണ്ട്, ഒരുപാട് മേഖലകളുണ്ട് ഇതിലേക്കുള്ളത്. ഏത് നമ്മൾ പറഞ്ഞാലും എണ്ണിയാലും തീരില്ല. കാരണം അതിനനുസരിച്ചിട്ട് നമുക്ക് ഇതിൽ കുറെ പഠിക്കാനുണ്ട്. ആ പഠിച്ചു കഴിഞ്ഞാൽ ഏത് വേണം എന്നുള്ളത് ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ സ്റ്റിച്ചിങ് മേഖല, നമ്മൾ ആ സ്റ്റിച്ചിങ് ഇതിന്റെ മെയിൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിന്റെ മെയിൻ എന്ന് പറയുന്നത് നമ്മളെ സ്റ്റിച്ചിങ് ആണല്ലോ.
ആ സ്റ്റിച്ചിങ് എടുത്ത് കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് തന്നെ വേണമെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ പറയാം. അതായത് കുഞ്ഞു കുട്ടികളുടെ ഡ്രസ്സുകള്, നമ്മളെ വലിയ ആൾക്കാരുടെ ഡ്രസ്സ്. ഇതില് ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു അത്ഭുതം തോന്നിയത്, അല്ലെങ്കിൽ ഇഷ്ടം, എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളതും ഞാൻ വെറൈറ്റി ആയിട്ട് കണ്ടെത്തുന്നതും കുഞ്ഞു കുട്ടികളുടെ ഡ്രസ്സിലാണ്. അത് ഈ പറഞ്ഞ പോലെ അതിൽ മാത്രമായിട്ട് ഫോക്കസ് ചെയ്തിട്ട് കുട്ടികളുടെ മേഖലകളിലേക്ക് നമുക്ക് തിരിയാൻ വേണ്ടി പറ്റും. അത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ, ഒരു എക്സാമ്പിൾ. അങ്ങനെ ഒരുപാട് നമുക്ക് ചോയ്സുകൾ ഉണ്ട് ഈ ഒരു ഫീൽഡ്. ഞാന് ഇങ്ങനെ എക്സാമ്പിൾ പറഞ്ഞതുപോലെ തന്നെ ഞാനും തിരഞ്ഞെടുത്തിട്ടുള്ളത്, ഇപ്പോൾ സഫ്ന പറഞ്ഞു കുട്ടികളുടെ ഫ്രോക്ക് ഐറ്റംസ് എന്നുള്ള രീതിയിലാണ് സഫ്ന സെലക്ട് ചെയ്തിട്ടുള്ളത്. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നൈറ്റി, എൻ്റെതായിട്ടുള്ളൊരു ബ്രാൻഡിൽ ഞാൻ നൈറ്റി ഇറക്കണം എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു. കേരളത്തിലുടനീളം എൻ്റെ ബ്രാൻഡിൻ്റെ ഒരു നൈറ്റി ഇറങ്ങണം എന്നുള്ളത്. അത് ഇന്നും ഇന്നലെ ആഗ്രഹിച്ചതല്ല, കുറേ മുന്നേ ഞാൻ ആഗ്രഹിച്ചതാണ്. പക്ഷെ അതിപ്പോൾ എൻ്റെ ജില്ലയിൽ മാത്രമായിട്ട് എല്ലാ ഭാഗങ്ങളിലും എത്തുന്ന ഒരു ലെവലിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. പക്ഷേ അത് എന്താ പറയുക, സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കാര്യം നമ്മൾ നേരെ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇപ്പം ഞാനും അന്ന് കുറേ ഈ 10ാം ക്ലാസ് എഴുതിയതും അതിനായിട്ട് ഇറങ്ങിത്തിരിഞ്ഞതൊക്കെ ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ എനിക്കൊരു ജോലി ഉണ്ടാവൂ എന്നുള്ള എൻ്റെ വെറും തെറ്റിദ്ധാരണ കൊണ്ടാണ് ഞാൻ അന്ന് ഇറങ്ങിത്തിരിച്ചത്. പക്ഷേ എൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയണം, എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട്, ഇപ്പോൾ ഇത്രയും വർഷത്തെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ പറയുകയാണ് എന്നുണ്ടെങ്കിൽ, ഈ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം വേറൊരു കടലാസ് മാത്രമാണ് എന്നുള്ളത് ഞാൻ അനുഭവിച്ചറിഞ്ഞ ഞാൻ പഠിപ്പിച്ച കുട്ടികൾ എന്നെ ഒരുപാട് പേര് ഇതിപ്പോൾ കേൾക്കുന്ന നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ചാനലിൽ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് അനുഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടും അവർ ഒന്നുകിൽ കോൺഫിഡൻറ്റ് കുറവ്, അല്ലെങ്കിൽ ഇതുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്. പിന്നെ കുറേ പേര് എന്നോട് പറഞ്ഞു, ഇപ്പം സഫ്നനെ പോലുള്ള ടീച്ചേഴ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവർ സ്വന്തമായിട്ടൊരു സ്ഥാപനം വെച്ച് അവർ ക്ലാസ് നടത്താൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സിനെ അന്വേഷിക്കുന്ന സമയത്ത് ഈ സർട്ടിഫിക്കറ്റും അവരുടെ റെക്കോർഡും കാര്യങ്ങളും ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ടായിരിക്കും അവരവിടെ ജോലിക്ക് കയറുന്നത്. പക്ഷെ ജോലിക്ക് കയറി ആ ഒരു ആഴ്ചയിൽ തന്നെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തെന്ന്, ഈ ഒരു കുട്ടിക്ക് മറ്റുള്ള കുട്ടികളെ ടീച്ച് ചെയ്യാൻ പറ്റില്ല, പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല, ഇവർക്ക് തന്നെ അത് ശരിക്കും എന്താണെന്നുള്ളത് അറിയുന്നില്ല, ഇവരുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു കുട്ടീനെ പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു ലെവൽ വരെ എത്തിയിട്ടില്ല എന്നുള്ളത് ആ വിളിച്ച് വരുത്തിയ വ്യക്തിക്ക് മനസ്സിലാക്കുകയും ചെയ്യും, അവരത് ഒഴിവാക്കുകയും ചെയ്യും. അങ്ങനെയുള്ളവർ ഒരുപാട് പേരെ, ഒരാളെ 2 പേരെ 3 ആളെ അല്ല, ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെന്നോട് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സഫ്നേനെ ഞാൻ 2-3-4 ദിവസം മുന്നേ നേരിട്ടിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവരുടെ ഇതിലേക്ക് ടീച്ചിങ്ങിന് പോവാനെന്നല്ല, അവരുടെ കൂടെ കൂടാൻ വേണ്ടിയിട്ട്, ഇതേ ഒരു സംഭവം ഒരു പാർട്ണർഷിപ്പ് ലെവലിൽ കൂടാൻ വേണ്ടിയിട്ട്. അവരും ഈ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് ഒറ്റയ്ക്ക് ടീച്ചിങ് ചെയ്യാൻ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് പേരെ വിളിച്ചിട്ടുണ്ട്, ടീച്ചറായിട്ട് വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഇതാണ് പ്രശ്നം, ഫുള്ളായിട്ട് അതെന്തുകൊണ്ടാണ് അങ്ങനെ ഫുള്ളായിട്ട് അറിയാത്തവർക്ക് എന്തുകൊണ്ടാണ് ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് എന്നുള്ളത് വളരെ വലിയൊരു വിഷയം തന്നെയാണത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. അത് എന്തുകൊണ്ട് അവർക്ക് അതിനുള്ളൊരു കഴിവ് കപ്പാസിറ്റി എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ സർട്ടിഫിക്കറ്റ് കൊടുക്കരുത്. പിന്നെ അത് വെറും കടലാസിന് തുല്യമാണത്, മനസ്സിലായില്ലേ? ഇനി സഫ്ന എന്തുകൊണ്ടാണ് ഈ ഒരു അത് ഫാഷൻ ഡിസൈനിങ് പഠിച്ചിറങ്ങിയതിന് ശേഷം, പഠിക്കുന്ന സമയത്തുള്ളൊരാഗ്രഹം അത് സ്വന്തമായിട്ട് ഇട്ട് നോക്കണം എന്നുള്ളൊരാഗ്രഹമാണെന്ന് പറഞ്ഞു. പക്ഷെ പഠിച്ചിറങ്ങിയതിന് ശേഷം എന്തുകൊണ്ടാണ് ഈ ടീച്ചിങ്ങിലേക്ക് വന്നത്? അതെന്താന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ പഠിക്കുന്നതിന് മുന്നേ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഇടാം. പുതിയ മോഡലുകൾ നമുക്ക് മറ്റുള്ള ഷോപ്പുകളിൽ പോയിട്ട് നമ്മളുടെ ഔട്ട്ഫിറ്റ് നമുക്ക് എന്തായാലും കിട്ടില്ല. അപ്പൊ നമ്മളെ സ്വപ്നത്തിനനുസരിച്ചിട്ടുള്ള നല്ലൊരു ഡ്രസ്സ് തയ്ച്ചിടാനും മറ്റുള്ളവരിൽ നിന്ന് നമുക്കൊരു വെറൈറ്റി നമുക്ക് കണ്ടെത്താം, അങ്ങനെയുള്ള ഒരു ആഗ്രഹമായിരുന്നു ഈ പറഞ്ഞപ്പോൾ. പക്ഷെ ഈ ഫീൽഡിൽ ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇതിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ഈ ഡ്രസ്സ് തയ്ച്ചിടുക എന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായിരുന്നു. എനിക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ കൂടുതൽ നമുക്ക് അറിവുകൾ നേടാനുള്ള ഒരു ആഗ്രഹം വരുമല്ലോ നമുക്ക്. അത് വരുന്നത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഡ്രസ്സ് പലർക്കും പല ആഗ്രഹങ്ങളാണ്. പഠിച്ചിറങ്ങി കഴിയുമ്പോൾ ചിലർക്ക് സ്റ്റിച്ചിങ്ങിൽ കൂടെ മാത്രമല്ല, ചിലർക്ക് മൊത്തം ഡിസൈനിങ്, അങ്ങനെ പലർക്കും പല ആഗ്രഹങ്ങളും. ഇപ്പൊ ഇലിസ്ട്രേഷൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇലിസ്ട്രേറ്റ് ആയിട്ട്
ഇൻഡസ്ട്രേറ്റർ ആയിട്ട് മാത്രം ഒതുങ്ങിക്കൂടാനും ആഗ്രഹിക്കും. അങ്ങനെ പലരും പല രീതിക്ക് പോണ ആൾക്കാരാ. അപ്പൊ അതുപോലെ എനിക്ക് തോന്നിയത് ഞാൻ പഠിച്ചത് എനിക്ക് മതിയായിട്ടില്ല, എനിക്ക് ഒന്നും കൂടി കൂടുതലായിട്ട് അറിയണം. ഇപ്പൊ നമുക്കറിയാം പല സിലബസുകളാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ പഠിച്ചതാവില്ല അടുത്തൊരു സിലബസ് എന്ന് പറയുന്നത്. അപ്പൊ എനിക്കൊരു ആഗ്രഹം, അതായത് നമ്മൾ ടീച്ചിങ് ഫീൽഡിൽ കൂടെ പോകുമ്പോൾ നമ്മളെ അറിവുകള് കുറഞ്ഞു പോവല്ല ചെയ്യുന്നത്, അതുപോലെ ആ ഉള്ള അറിവ് അതേപോലെ നിൽക്കുകയല്ല ചെയ്യുന്നത്. നമുക്കത് കൂടുതൽ അറിവുകൾ നമുക്ക് നേടാൻ പറ്റുകയും ചെയ്യുന്നത്. കാരണം നമ്മളെ തോട്ടിൽ വരുന്നതായിരിക്കില്ല നമ്മളെ സ്റ്റുഡൻസിന് ഉണ്ടാവുക. അവരിൽ നിന്ന് പല സംശയങ്ങൾ നമുക്ക് വരും, നമ്മളെ അടുത്തേക്ക് വരുമ്പോ അപ്പോഴായിരിക്കും നമ്മൾ ചിന്തിക്കുന്നുണ്ടാവുക ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടില്ലേന്ന്. അപ്പൊ നമ്മളും അവർക്കൊരു ആൻസർ കൊടുക്കാൻ വേണ്ടി നമ്മളും അതിനെ കുറിച്ചൊരു റിസർച്ച് ചെയ്യും. അപ്പൊ അതിൽ കൂടെ ആ സ്റ്റുഡന്റ് ഒരു സംശയം വന്ന് അത് എത്ര സ്റ്റുഡൻസ് ഉണ്ടോ അത്രയും സ്റ്റുഡൻസിന് ആ അറിവ് കിട്ടി, ആ കൂട്ടത്തിൽ നമുക്കും ആ അറിവ് കിട്ടുക. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നിയത് ഈ ഒരു ഫീൽഡിൽ കുറച്ചും കൂടി നിന്ന് അറിവുകളൊക്കെ നേടിയെടുത്ത് പിന്നെ എനിക്ക് ഇഷ്ടമായി ഈ ഒരു ടീച്ചിങ് ഫീൽഡ് എന്ന് പറയുന്നത്. എനിക്ക് ഇഷ്ടമായി, അതായത് ഇപ്പോ 3-4 വർഷമായിട്ട് ഞാൻ ഈ ഒരു ഫീൽഡിലുള്ള കാരണം പഠിച്ചിറങ്ങിയ കുട്ടികള് മിസ്സേ ജോലി കിട്ടി, അല്ലെങ്കിൽ മിസ്സേ എനിക്ക് ഫസ്റ്റ് ഏണിങ്സ് ഇത്ര കിട്ടി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളടുത്ത് ആ ഒരു താങ്ക്സും അങ്ങനെ അവരുടെ ഓരോ സ്നേഹപ്രകടനങ്ങളും കാണുമ്പോ അത് കിട്ടി തുടങ്ങിയപ്പോ നമുക്ക് അതിലൊരു സന്തോഷം. നമ്മൾ വേറെ ഒന്നല്ല, അതൊക്കെ നമുക്കൊരു നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷങ്ങളാണ് അതൊക്കെ. ഇപ്പോ ഒരാഴ്ച ആയിട്ടില്ല, 2-3 ദിവസമായിട്ടുള്ളൂ എന്റെ ഒരു സ്റ്റുഡന്റ് ഇപ്പൊ ഗൾഫിലേക്ക് ഒരു ഫാഷൻ ഡിസൈനർ ആയിട്ട് അവളിപ്പോ ഖത്തറിലേക്ക് കയറിയിട്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ അവള് ഭയങ്കര പ്രൗഡോട് കൂടിയിട്ടാണ് എന്നോട് വിളിച്ച് പറഞ്ഞത്, മിസ്സേ ഞാന് ഈ ഒരു ഇങ്ങനെ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്, ഇതിന്റെ വർക്കും കാര്യങ്ങളും. ഞാൻ തുടക്കത്തിൽ എല്ലാവരോടും പറയും നമുക്ക് പ്രാക്ടീസ് ആണ് ഏറ്റവും കൂടുതൽ വേണ്ടിയിട്ടുള്ളത്. ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ നമുക്ക് വേണ്ടി പ്രാക്ടീസ് ചെയ്തിട്ട് എപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിൽ, അതായത് ഇൻസ്റ്റ പോലുള്ള സംഭവങ്ങളിൽ നമ്മളെ വാട്സപ്പിലൊക്കെ നമ്മളത് എപ്പോഴും സ്റ്റാറ്റസും കാര്യങ്ങളാക്കി ഇടാൻ വേണ്ടി ഞാൻ പറയാറുണ്ട്. അപ്പോ അത് കണ്ടു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് വരും, ഓർഡറുകളാണെങ്കിലും ഒക്കെ നമുക്ക് വരും. ആ കോൺഫിഡൻറ്റോട് 1-2 പ്രാവശ്യം നമ്മളത് ചെയ്യുമ്പോൾ നമുക്ക് അതൊരു പേടി ഉണ്ടാവും. പക്ഷെ 1-2 പ്രാവശ്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡന്റ് വരികയാണ് അവിടെ. അതുപോലെ നമുക്ക് കുറെ നമ്മൾ പഠിച്ചതാവില്ല, പിന്നെ ഒന്നുകൂടി നമുക്ക് എക്സ്പീരിയൻസ് കൂടുമ്പോൾ ടിപ്സും കാര്യങ്ങളൊക്കെ വരും. ഒരു സിപ്പ് വെക്കാൻ നമ്മൾ ആദ്യം പഠിച്ച പോലെ ആവില്ല, രണ്ടാമത്തെ സിപ്പ് വെക്ക് ഉണ്ടാവുക, അതിനേക്കാൾ ഒന്നുകൂടി ഈസി മെത്തേഡിലായിരിക്കും. അപ്പൊ അങ്ങനെ പ്രാക്ടീസുകൾ ചെയ്യാൻ വേണ്ടി പറയും. ഈ ചെയ്ത വർക്കൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടാൻ വേണ്ടി പറയും. അങ്ങനെ ഇവളിത് ചെയ്തിട്ട് ആ സ്റ്റുഡന്റ് ചെയ്തിട്ട് അവളെല്ലാ പോസ്റ്റുകളും നമ്മളെ ഇൻസ്റ്റയിൽ അവള് ായിരുന്നു. അവളങ്ങനെ ഈ ഓരോ വർക്കും കാര്യങ്ങളും ഇട്ട് അത് കസ്റ്റമറിലേക്ക് എത്തി, കസ്റ്റമേഴ്സ് വർക്കുകൾ ചെയ്ത് കൊടുത്തു തുടങ്ങി. അങ്ങനെ ആ വർക്ക് ആ പേജ് കണ്ടിട്ട് അവിടെയുള്ള ആൾക്കാരെ വിളിച്ചിട്ട് അവളങ്ങണ്ട് കൊണ്ടുപോയി ചേർന്നത്. അവിടെ എത്തിയതിനു ശേഷം അവള് വിളിച്ചിട്ടുണ്ടായിരുന്നു, അൽഹംദുലില്ലാ എത്തിന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടപ്പോ ഭയങ്കരമായിട്ട് ഇപ്പൊ നമ്മള് ഒരു ജോലിക്ക് പോയ ആ ലെവലിൽ എത്തിയിട്ട് നമ്മള് പോയിട്ട് അവിടെ ഇറങ്ങിയ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. അപ്പൊ അതൊക്കെ ഒരു അതുകൊണ്ട് എനിക്ക് ഈ ഒരു ഫീൽഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ന് വിചാരിച്ച് ഞാൻ എന്റെ ആ പഴയ ആഗ്രഹത്തിൽ എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് തയ്ച്ചിടാനാണെങ്കിലും അതൊന്നും ഞാൻ വിട്ടു കളഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ എനിക്ക് വർക്കുകൾ വരാറുണ്ട്, അതിന് ചെയ്ത് കൂടെ പോവാറുണ്ട്. കുഞ്ഞു കുട്ടികളുടെ ഡ്രസ്സാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്, അത് ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. പ്ലസ് ഈ ടീച്ചിങ്ങും എല്ലാം കൂടി ഇങ്ങനെ നമുക്ക് പറ്റുന്ന പോലെ ഞങ്ങളിങ്ങനെ ഫോളോ ചെയ്ത് പോകുമ്പോ ഒരു സന്തോഷം. ഈ ഒരു ഫീൽഡ് ആയത് കൊണ്ട് മാത്രമാണ് ഇത്രയും ജോലികൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. വേറെ വല്ല ഫീൽഡ് ആണെങ്കിൽ അതിൽ മാത്രം നമ്മൾ ഒതുങ്ങിപ്പോയി. ഇതാവുമ്പോ നമുക്കൊരു മടുപ്പ് വരുന്നില്ല. ഒന്നില്ലെങ്കിൽ ഒന്ന് എന്നിട്ട് നമുക്ക് മാറ്റി പിടിക്കാൻ പറ്റുന്നുണ്ട്. മറ്റെന്ന് പറയുന്നത് മറ്റുള്ള ഫീൽഡ് തോന്നുന്ന ആ ലെവലിൽ തന്നെ നമ്മൾ ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ അതൊക്കെ തന്നെയാണ് ഈ ഒരു ഫീൽഡിൽ ഇങ്ങനെ നിൽക്കുന്നത്. എന്തായാലും നമുക്ക് ഇനിയും കാണേണ്ടി വരും, കുറേ കാര്യങ്ങൾ ഇനിയും ചർച്ച ചെയ്യാനുണ്ട്. സമയം ഇവിടെ കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് ഇന്ന് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് അവിടെ നിർത്താം. ഇനിയും കുറേ കാര്യങ്ങൾ സഫ്നയിൽ നിന്ന് എനിക്കും ചോദിച്ചറിയേണ്ടതുണ്ട്. പറഞ്ഞോളി. ഇപ്പൊ നമ്മള് കാണുന്ന ആളുകൾക്ക് പല ഡൗട്ടുകളും നമ്മളോട് ചോദിക്കാനുണ്ടാവും. ഇതുപോലെ പല ഡൗട്ടുകളായിട്ട് ഇരിക്കുന്നവരായിരിക്കും. എന്തും അവർക്ക് കമ്മ്യൂണിറ്റിയിൽ നമ്മളോട് ചോദിക്കാം.
നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ആൻസറുകളാണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും. ഇൻഷാ അള്ളാ നിങ്ങളുടെ കമന്റ്സും കാര്യങ്ങളും പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അതൊക്കെ ഞാനും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക്. ഓക്കെ, ശരി.